കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഇത്തവണ 48ാം ഡിവിഷനിൽ മത്സരിക്കുന്നത് മുരളി ബേപ്പൂരാണ്. കലാ കായിക സാംസ്കാരിക രംഗത്ത് സജീവമായി തന്നെ അദ്ദേഹം തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൻ്റെ ഹൃദയതാളം അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ്. നമുക്കിനി നേരെ നമ്മുടെ ഈ ഒരു നേതാവിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. ഹായ്, എന്തായി പ്രചരണമൊക്കെ തുടങ്ങിയോ? ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയതാണ്, ഇന്നലെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു രാവിലെ തന്നെ ഞങ്ങൾ പ്രധാനപ്പെട്ട പഴയ കോൺഗ്രസ്സുകാർ വീട്ടിലും അതുപോലെയുള്ള ഈ UDF-നെ സഹായിക്കുന്ന പല ആളുകളുടെ വീട്ടിലാണ് ഇന്ന് കയറിയിട്ടുള്ളത്. നാളെ മുതലാണ് എല്ലാ വീടുകളും കയറാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതുവരെയുള്ള ആളുകൾ, അതായത് ഇപ്പം നമുക്കറിയാം ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയതാളം കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ആളുകളെ അത്രത്തോളം അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? വിജയപ്രതീക്ഷ 100% വിജയപ്രതീക്ഷ ഉണ്ട്. കാരണം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൽ KSU മുതൽ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പോൾ ഏകദേശം 58 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും കാലം ഇവിടെ പല രീതിയിൽ സാക്ഷരതാ പ്രവർത്തനം ഇവിടെ നടപ്പിലായപ്പം 92-ൽ ഞാൻ ബേപ്പൂർ പഞ്ചായത്തിലെ ജനറൽ കൺവീനറായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും. അങ്ങനെ ബേപ്പൂരിലെ മുഴുവൻ സാക്ഷരതാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാന വ്യക്തി ഞാനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കീഴിൽ അന്ന് ഇടതുപക്ഷമാണ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നടന്ന കേരളോത്സവമായാലും ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും അതിൻ്റെ ഒരു പ്രധാന പങ്കാളിത്തം കൺവീനറായിട്ടോ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഞാൻ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നിന്നതല്ല. എൻ്റെ പൊതുവായിട്ടുള്ളൊരു രീതിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിലൊക്കെ നിന്നെന്നുള്ളൂ. അത് ഇന്നിങ്ങനെ സ്ഥാനാർത്ഥിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പൊതുപ്രവർത്തനം എനിക്കൊരു പാഷനാണ്, അതാണ് സംഗതി. ഈ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്, അതിൻ്റെ ഒരു പ്രേരണ എന്താ? രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ അച്ഛൻ പഴയ കോൺഗ്രസ്സുകാരനാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മാവൻ ഇപ്പോൾ കുവൈത്തിൽ കൃഷ്ണൻ കടലുണ്ടി എന്ന് പറയും, അദ്ദേഹം അവിടെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു കാരണം. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ കോൺഗ്രസ്സിനെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും കോൺഗ്രസ്സുകാരനായിട്ട് തുടരുകയാണ്. ഒരു കോൺഗ്രസ് പശ്ചാത്തലം കുടുംബത്തിനുണ്ടായ ഒരു സ്ഥിതിക്ക് ഇനിയിപ്പോൾ എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഈ യഥാർത്ഥത്തിൽ 48ാം ഡിവിഷൻ്റെ മാത്രമല്ല, കോഴിക്കോടിൻ്റെ ഒരു വികസനം കൂടി ഞാനിതിൻ്റെ മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആർട്ട് ഡയറക്ടറാണ്, സിനിമാ കലാസംവിധായകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൽ ഡ്രോയിങ് ആണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കോഴിക്കോട് നഗരം മെട്രോ നഗരമാണ്. അപ്പോൾ ആ മെട്രോ നഗരം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് മാത്രമല്ല പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുവിധം പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് നഗരം, ഇപ്പം ചെന്നൈയിലൊക്കെ പോയാൽ മെട്രോ നഗരമാണല്ലോ ചെന്നൈ, അതുപോലെ ഹൈദരാബാദ്, അതുപോലെ എത്ര കൽക്കട്ട, ഈ നഗരങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഒരു ചെറിയ ഒരു നഗരം മാത്രമായിട്ട് ഇപ്പോഴും. ഞാനെൻ്റെ 82-ലാണ് ഞാൻ യൂണിവേഴ്സൽ ആർട്സ് പഠിക്കാൻ വേണ്ടി കോഴിക്കോട്ട് പോയിട്ടുള്ളത്. അന്നുള്ള കോഴിക്കോട് നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആകെ ഒരു മാറ്റം ഉണ്ടായത് ഈ നമ്മളെ മാനാഞ്ചിറ സ്ക്വയറാണ്. ആ മാനാഞ്ചിറ സ്ക്വയർ ഉണ്ടായത് അന്നത്തെ അമിതാഭ് കാന്ത് എന്നുള്ളൊരു കലക്ടർ നേതൃത്വം കൊടുത്തിട്ടുണ്ടാക്കിയതാണ് അന്ന് അങ്ങനെ ഒരു സാധനം. ഇന്ന് കോഴിക്കോടിൻ്റെ മുഖമായിട്ട് നമ്മൾ കാണുന്നത് മാനാഞ്ചിറ സ്ക്വയർ മാത്രമാണ്. അതിനുശേഷമുള്ള പിന്നെ മാവൂർ റോഡിൽ ഒരു വികസനം, ബസ് സ്റ്റാൻഡ് അടക്കമുള്ളതാണ്. അന്ന് ജയകുമാർ കലക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഭരണപരമായിട്ടൊരു ആജ്ഞാശക്തിയുള്ള ഒരു ഭരണകൂടം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാവണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ കോഴിക്കോട് വികസിക്കണം, ബേപ്പൂരിനോടൊപ്പം തന്നെ കോഴിക്കോട് വികസിപ്പിക്കണം. അതുപോലെ തന്നെ ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പോലും ഒരു വ്യവസായവും, ഓട് വ്യവസായം, ഇതൊന്നും സംരക്ഷിക്കപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടെ ഉണ്ടായിട്ടുള്ള ഭരണകൂടങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ അതിൽ കോൺഗ്രസും പെട്ടേക്കാം. പക്ഷേ ഇവിടെ അധികം ജയിച്ചു വന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് ഞാൻ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. വേണ്ടത്ര രീതിയിലുള്ള രാഷ്ട്രീയ അവബോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഇതൊരു പൂർണ്ണമായിട്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. എല്ലാ രീതിയിലുള്ള ആളുകളായിട്ടും ഇടപഴകി എല്ലാവർക്കും വേണ്ടി ജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി എല്ലാ രീതിയിലുള്ള വികസനം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. നഗരത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം തീരദേശ മേഖലയാണ് ബേപ്പൂരിൻ്റെ പല ഭാഗങ്ങളും നോക്കുമ്പോൾ. അപ്പോൾ ഈ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മഴക്കാലമായാൽ ഏറ്റവും കൂടുതൽ തീരദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ തരത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? അതിൽ നിരന്തരമായിട്ട് അവിടെ തിരമാല കയറിയിട്ടുണ്ടാവുന്ന, ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഗോദീശ്വരം
ബീച്ചാണ് ഇവിടുത്തെ ഈ ഒരു പ്രധാനമായിട്ട് ഈ തിരമാലകൾ കയറി ഇവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. അവിടെ ഓരോ തവണ ഉണ്ടാകുമ്പോഴും ഞങ്ങളൊക്കെ പോയി സന്ദർശിക്കുകയും അവിടെ വേണ്ടതിന് ഞങ്ങളിപ്പോൾ രാഘവേട്ടനായിട്ട് MP ആയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നിരന്തരം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതും ഇത്തവണ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഈ നമ്മളെ ഇവിടുത്തെ ഒരു MLA അതിനു വേണ്ടി കുറച്ച് ഫണ്ട് അനുവദിച്ചതെന്ന് കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. എന്നാലും ഇവിടെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് നേരത്തെ ഇപ്പോൾ ഈ എൻ്റെ ഡിവിഷനിലല്ല, എന്നാൽ പോലും ഈ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് ഈ നാടിൻ്റെ ബേപ്പൂരിലെ മുഴുവനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ ഇടപെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പലതിനും എനിക്ക് അധികാരമൊന്നും ഇല്ലെങ്കിലും അധികാരമുള്ള എല്ലാ ആളുകളും സഹകരിക്കാറുണ്ട് നമ്മൾ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ. പക്ഷേ ഒരു അധികാരമുള്ള സ്ഥാനം കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാനാണ് ഉള്ള ഉദ്ദേശം. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. ആ കാഴ്ചപ്പാടിലൂടെ എല്ലാവരെയും, ഏറ്റവും ചെറിയ ആളുകളുടെയും വോട്ട് ഇല്ലാത്ത ആളുകളുടെയും വോട്ടുള്ള ആളുകളുടെയും വോട്ട് തരുന്ന ആളുകളുടെയും വോട്ട് തരാത്ത ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്നാണ് ഇതിലൂടെ എനിക്ക് അറിയിക്കാനുള്ളത് ജനങ്ങളെ. ഈ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ എത്രത്തോളം മുതൽക്കൂട്ടായിരിക്കും? മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഇപ്പോൾ ഇവിടെയുള്ളത് ഈ ബേപ്പൂർ, എൻ്റെ വാർഡിലാണ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ഉള്ളത്. ഈ ഫിഷിംഗ് ഹാർബറിൽ പണ്ട് 60 ബോട്ടുകൾ ഉണ്ടായിട്ടുള്ളായിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫിഷിംഗ് ഹാർബർ തന്നെയാണ് ഇന്നും ബേപ്പൂരിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബോട്ടിൻ്റെ എണ്ണം 600-ലധികം കൂടിയിട്ടുണ്ട്. 60 ബോട്ട് നിർത്താൻ പറ്റുന്ന സ്ഥലത്ത് 600ഓളം ബോട്ടുകളാണ് ഇപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ചാലിയാർ ഫറോക്ക് പാലം വരെ ബോട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് ഒട്ടനവധി നഷ്ടങ്ങൾ ഈ ബോട്ടുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബോട്ടുകൾക്ക് മാത്രമല്ല, ചെറുകിട മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ കോഴിക്കോട് കോർപ്പറേഷനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് അന്വേഷിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു ആലോചനകളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഈ കൗൺസിലർ സ്ഥാനത്ത് മത്സരിച്ചുകൊണ്ടല്ല, പൊതുവേ ഏത് അവസരം കിട്ടിയാലും ഞാനൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നതാണ്. ഒരു പ്രധാന ഈ ബേപ്പൂരിൽ നിന്ന് കയറ്റി അയക്കപ്പെടുന്ന മത്സ്യങ്ങൾ ഇപ്പോൾ കയറ്റുമതിയാണ് ഇവിടെ പ്രാദേശിക വിൽപ്പനയേക്കാൾ കൂടുതൽ കയറ്റുമതിയാണ്. അപ്പോൾ ആ കയറ്റുമതിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ബേപ്പൂരിലുള്ള മത്സ്യങ്ങൾക്കാണ്. പക്ഷേ ബേപ്പൂരിലുള്ള മത്സ്യം വളരെ പ്രസിദ്ധമാണ്. അത് എന്തുകൊണ്ടാണ് അതിലുള്ള പോരായ്മ എന്ന് പറഞ്ഞാൽ, അത് വേണ്ട രീതിയിൽ വൃത്തിയായിട്ട് അത് ഇറക്കി അത് കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ബേപ്പൂരിലില്ല. ആ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ബേപ്പൂരിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയാണ്. ഞാനത് നിറവേറ്റാൻ വേണ്ടി നിലനിൽക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളോളമായി CPMൻ്റെ കയ്യിലാണ് ഈ ഒരു പ്രദേശം മുഴുവൻ, ബേപ്പൂർ അടക്കം ഉള്ളത്. അപ്പോൾ അതൊരു വെല്ലുവിളി ആയിരിക്കുമോ? ഞാനതൊരു വെല്ലുവിളിയായിട്ട് കാണുന്നില്ല. കാരണം ജനങ്ങളെ മനസ്സ് അത് അങ്ങനെ എന്നും ഒരു കാലത്തും ഒരു പക്ഷത്തായിട്ട് നിൽക്കുന്നില്ല. ആളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പെരുമാറുക. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും യോഗ്യർ തന്നെയാണ്. പക്ഷേ അതിൽ ഈ ആളുകളെ തിരിച്ചറിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള, ഞാൻ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകനാണ്, അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് ആളുകളെ വിലയിരുത്തുന്നുണ്ടാവും. ആ വിലയിരുത്തൽ ഞാൻ ചെയ്ത പ്രവൃത്തിയോട് നല്ല വിലയിരുത്തലാണ് ആളുകൾക്കുള്ളതെങ്കിൽ ഞാൻ ജയിക്കും. ഞാൻ ജയിച്ചാൽ എന്നതൊക്കെ ചെയ്യും. പിന്നിപ്പോൾ അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്താണ് ആളുകളുടെ പ്രതികരണം? എന്താണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ? പ്രതികരണം ഇന്നലെയാണ് DCC എൻ്റെ പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം മെനയാന്ന് വരെ ഞാൻ ഈ സ്ഥാനത്തേക്ക് ഈ മത്സരിക്കാനുള്ള സാധ്യത ഞാൻ സ്വയം ഒഴിവായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അതുപോലെ UDFൻ്റെ പ്രവർത്തകരെയൊക്കെ നിർബന്ധം മൂലമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഇന്നലെ വരെയുള്ള സമയം കൊണ്ട് ഈ ബേപ്പൂരിലുള്ള ഈ വാർഡിലുള്ള ഒട്ടനവധി ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളും ഞാനാണ് മത്സരിക്കുന്നത് ഞാൻ അറിയുന്നതിന് മുമ്പേ പലരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ പല ആളുകളും എന്നെ വിളിച്ചിട്ട് പ്രത്യേകം വിളിച്ച്, നീ എന്തായാലും നിൽക്കണം, നീ മാറി നിൽക്കരുത്, നീ എന്തായാലും ഇതിനോടൊപ്പം നിൽക്കണം, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും വലിയൊരു ജനകീയ പിന്തുണ ഇപ്പോൾ എന്നിൽ ഫോണിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇത് തന്നെയാണ്, മാറരുത്, നിൽക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വലിയൊരു വിജയ പ്രതീക്ഷ തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം അത്രയേറെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.